സമസ്ത മുഷാവർ അംഗവും സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്ററുമായ ബഹാവുദ്ദീൻ നദ്വിയോട് സമസ്ത വിശദീകരണം തേടി. സുപ്രഭാതം പത്രത്തിന് നയമാറ്റമുണ്ടെന്ന ചാനൽ പ്രതികരണം നടത്തിയതിനാണ് വിശദീകരണം തേടിയത്. 2 ദിവസത്തിനകം സമസ്ത നേതൃത്വത്തിന് വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, എന്താണ് വിവരം? ഇതിന്റെ തർക്കം രൂക്ഷമാകുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം ഇതിനെ കാണാൻ. സമസ്തയുടെ മുഷാവർ അംഗവും സുപ്രഭാതത്തിന്റെ പബ്ലിഷറും എഡിറ്ററുമാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ പരിപാടിയിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുന്നതോടൊപ്പം തന്നെ ബഹാവുദ്ദീൻ നദ്വിയും വിട്ടുനിന്നത് ഏറെ ചർച്ചയായിരുന്നു. ഇന്ന് അദ്ദേഹം ചാനലുകൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്ന കാര്യം, സുപ്രഭാതത്തിന്റെ നയത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നു. ഈ നയവ്യത്യാസം കാരണമാണ് തനിക്ക് ഈ ഗൾഫ് എഡിഷൻ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സുപ്രഭാതത്തിന്റെ നയമാറ്റം സമസ്തയുടെ മുഷാവറിൽ അവതരിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരസ്യമായി സുപ്രഭാതത്തിനെ തള്ളിക്കളയുന്നത്, അതിന് നയമാറ്റം ഉണ്ടായി എന്ന് സമസ്തയുടെ മുഷാവർ അംഗം തന്നെ പറഞ്ഞത് സമസ്തയ്ക്കകത്ത് വലിയ ഞെട്ടൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമസ്ത നേതൃത്വം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ മുഷാവർ അംഗത്തോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. 48 മണിക്കൂറിനകം ഈ സംഭവത്തെക്കുറിച്ച്, ഇപ്പോൾ നടന്ന വിവാദമായ അഭിമുഖത്തെക്കുറിച്ച്, അതിൽ വന്ന പരാമർശങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നാണ് സംസ്ഥ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 48 മണിക്കൂറിനകം എന്ന് പറയുന്നത് വളരെ നമുക്കൊരു ചെറിയൊരു കാലയളവ് കൂടിയാണ്. ഒരു കടുത്ത നടപടിയുടെ സൂചന ശരിക്കും ബഹാവുദ്ദീൻ നദ്വിയോടുള്ള ഒരു നോട്ടീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വിശദീകരണം കിട്ടിയ ശേഷമായിരിക്കും എന്ത് നടപടിയായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും സംസ്ഥയുടെ നിലപാടെന്ന്, നേതൃത്വത്തിൻ്റെ നിലപാടെന്ന് അറിയേണ്ടി വരും. എന്തായാലും വലിയ ആഭ്യന്തര തർക്കത്തിന് ഇടവരുത്തുന്ന ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. സുപ്രഭാതത്തിൻ്റെ പത്രത്തിന് ലീഗ് വിട്ടുന്ന വിവാദമായിരുന്നു. അതേസമയം അത് മറ്റൊരു സംഘടന എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും. അതേസമയം സമസ്തയുടെ മുഷാവർ അംഗം കൂടിയ അദ്ദേഹം, മാത്രമല്ല സുപ്രഭാതത്തിൻ്റെ എഡിറ്ററും പബ്ലിഷറുമാണ് ബഹാവുദ്ദീൻ നദ്വി. അദ്ദേഹം വിട്ടുനിന്ന് ഏറെ ചർച്ചയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അതിനുള്ള കാരണമായി സുപ്രഭാതത്തിൻ്റെ നയമാറ്റം വിശദീകരിക്കുന്നു. നയമാറ്റം ഉണ്ടായെന്ന് സമസ്തയുടെ മുഷാവർ അംഗം തന്നെ പറയുമ്പോൾ സ്വാഭാവികമായും അത് ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ വിഷയം ഗൗരവത്തിലെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു വിശദീകരണം ചോദിക്കലിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നു. 48 മണിക്കൂറിനകം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി സംസ്ഥാന നേതൃത്വത്തിന് വിശദീകരണം നൽകണം. സ്വാഭാവികമായും ചില കടുത്ത നടപടികളുടെ ചില സൂചനകൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ശരി, സമസ്ത മുഷാവർ അംഗവും സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്ററുമായ ബഹാവുദ്ദീൻ നദ്വിയോട് സമസ്ത വിശദീകരണം തേടിയിരിക്കുന്നു. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്.